ജോ എന്താ ഫോൺ വിളിച്ചെടുക്കാത്ത നീ? എപ്പോൾ വിളിച്ചു? ഇന്നലെയും വിളിച്ചു, മിഞ്ഞാന്നും വിളിച്ചു. ആ, ഞാൻ അറിഞ്ഞില്ല. നീ വേഗം വാമപ്പായി വാ, നമുക്കൊന്ന് ഓടണം. ഓക്കെ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ആ ഗൗതം ഭായ് ജോ. ആ എന്താ, അവൻ ചത്തോ? അല്ല, പിന്നെ ഗ്രൗണ്ടിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അവൻ കുഴഞ്ഞു വീണു. നന്നായി. ഇനി അവൻ നീണ്ട മയക്കത്തിലേക്ക് വഴുതി വീഴും. പിന്നെ മെല്ലെ മെല്ലെ. ഗൗതം, നിന്റെ ട്രാക്കിൽ നീ മാത്രമേ ഉള്ളൂ. ഗോ ഹെഡ്. It's a new model hatchback car with excellent performance, sir. നമ്പ്യാർ സാറേ. ഹലോ മുകുന്ദൻ. ഇതെന്നാ സർപ്രൈസാ? ഇതെപ്പോ കയറുന്നു? ഞാൻ കണ്ടില്ലല്ലോ. എപ്പോ വന്ന് സ്റ്റേഷൻ? ഞാനിവിടെ തന്നെ ഉണ്ട്, 6 മാസമായിട്ട് ഇവിടെ. ഒരു മിനിറ്റ്. ഹലോ ജോ. സർ, ഞാൻ ഐശ്വര്യ, ജോയുടെ ഫ്രണ്ടാണ്. ആ ആ ആ ഐശ്വര്യ പറ. സർ, ജോയ്ക്ക് സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഹോസ്പിറ്റൽ എന്നാ പറ്റി? എന്താണെന്നറിയില്ല, കാലത്ത് ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് തലചുറ്റി വീണു. ഇതുവരെയും ബോധം വീണിട്ടില്ല. ഈശ്വര, എന്നിട്ട് ഇപ്പൊ ICU-ല. ഐശ്വര്യ. ഹലോ ഐശ്വര്യ. പേഷ്യൻസിന്റെ ഭാഗത്തു നിന്ന് ആരെങ്കിലും, ഐ മീൻ റിലേറ്റീവ്സ്? വീട്ടിൽ നിന്ന് ആരും എത്തിയിട്ടില്ല, അറിയിച്ചിട്ടുണ്ട്. ആ ഓക്കെ. എന്താ ഡോക്ടർ? പേഷ്യൻ്റ് മയക്കുമരുന്ന്, ബ്രൗൺ ഷുഗർ അങ്ങനെ എന്തെങ്കിലും സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന ആളാണോ? ഇല്ല ഡോക്ടർ, അങ്ങനെ ഒരു അറിവ് ഞങ്ങൾക്കില്ല. പക്ഷേ റിസൾട്ട് അങ്ങനെയാണ് കാണിക്കുന്നത്. ഞങ്ങൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്യുന്നുണ്ട്, ബാക്കിയൊക്കെ നമ്മളല്ലോ തീരുമാനിക്കുന്നത്. എന്റെ മോൻ എന്നാ പറ്റിയേ? പറ, എന്റെ ജോ എവിടെ? എന്റെ മോൻ എന്നാ പറ്റിയേ? സമാധാനമായിരിക്കും. ദേ പ്രിൻസിപ്പാളും ഞങ്ങളെല്ലാം ഇവിടെ നിൽക്കുമല്ലേ. ജോയ്ക്കൊന്നും പറ്റിയിട്ടില്ല. അമ്മച്ചി വിഷമിക്കണ്ട മോളെ, ചേട്ടൻ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്താ സാർ? ഞാൻ വന്നത് സ്പോർട്സ് കൗൺസിലിൽ നിന്നും ഫോണുണ്ടായിരുന്നു. നാഷണൽ മീറ്റ് അടുത്ത മാസം 5-ാം തീയതി തുടങ്ങും. ജോയെ വിവരം അറിയിക്കണം. എന്തായാലും 1 മാസത്തെ സമയമുണ്ടല്ലോ സാർ. നാഷണൽ മീറ്റും കോച്ചിങ് ക്യാമ്പും കൊച്ചിയിൽ വെച്ചാണ് നടത്തുന്നത്. അതൊരു തരത്തിൽ ഭാഗ്യമായി. ജോയ്ക്ക് ആ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്കതൊരു വലിയ നേട്ടമായേനെ. സ്പോർട്സിൽ ഇങ്ങനെ ചില ദൗർഭാഗ്യങ്ങളുണ്ട്.
മുഹൂർത്ത സമയത്ത് അപ്രതീക്ഷിതമായ അപകടങ്ങൾ. ഇത് പക്ഷേ അൺഎക്സ്പെക്റ്റഡ് അല്ല. ജോയുടെ കാര്യത്തിൽ കരുതിക്കൂട്ടി ഏതോ ദുഷ്ടശക്തി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ അനുമാനം. ഡ്രഗ്സ് ഉപയോഗിച്ച് ശീലമാവുന്നവർ അത് കിട്ടാതാവുമ്പോൾ വയലൻ്റ് ആവുന്നത് നോർമൽ ഫിനോമിനലാണ്. അവർ ഏതറ്റം വരെ പോകുന്നൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുക അസാധ്യം. അപ്പൊ ജോയുടെ കാര്യം? ഫോർച്ചുനേറ്റ്ലി ജോയ്ക്ക് അങ്ങനെ ഒരു അഡിക്ഷൻ വന്നു തുടങ്ങിയിട്ടില്ല. നമ്മൾ കെയർഫുൾ ആവേണ്ടത് ഇവിടെയാണ്. ജോയ്ക്ക് ഒരു കാരണവശാലും ഡ്രഗ്സുമായി ഇനിയൊരു ബന്ധം ഉണ്ടാവാൻ ഇടവരരുത്. പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ജോ ഇപ്പം നോർമലാണ്, പ്രാക്ടീസ് തുടങ്ങുകയും ചെയ്തു. പക്ഷേ മുകുന്ദൻ, ഒരു നല്ല അത്ലറ്റിനെ ഇങ്ങനെ ഒരു ഡ്രഗ്സുമായി അടുപ്പിക്കുന്നതിന് പിന്നിൽ തീർച്ചയായും ആരുടെ ഗൂഢാലോചനയുണ്ട്. അതാരാണെന്ന് കണ്ടുപിടിച്ച് അവരെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതാണ്. അതിന് എന്നാ പാടുപെടേണ്ടി വന്നാലും ഞാൻ ചെയ്യും സാർ. സത്യം പറ, എന്നാ ജോയ്ക്ക് സംഭവിച്ചേ? എന്നോട് ക്ഷമിക്കണം സാർ, ഞാൻ തെറ്റ് ചെയ്തു പോയി. അറിഞ്ഞുകൊണ്ടല്ല. ആ മജീദ് ഭായിയുടെ കയ്യിൽ ഞാൻ പെട്ടുപോയതാ. ജോയെ കൊടുക്കാൻ അവരെന്നെ ഉപയോഗിക്കുകയായിരുന്നു. ജയിക്കാൻ ആർക്കാണ് ഇഷ്ടമില്ലാതിരിക്കുക സാർ? ജോയോടൊപ്പം ഓടുമ്പോൾ എന്നും ഞാൻ പുറകിലായിരുന്നു. ഓരോ തോൽവിയിലും ഞാൻ വല്ലാതെ പതറിപ്പോയി സാർ. അതാ മജീദും കൂട്ടരും മുതലെടുത്തത്. അവരിപ്പോൾ എവിടെ ഉള്ളേ? സാറേ അമേരിക്കാന്നേ, എന്നോട് ക്ഷമിക്കണം സാർ, ഇനി എന്നെ തല്ലരുത് പ്ലീസ്. ഇല്ല, നിന്നെ തലതില്ല. ഒരു കാര്യം പറയാനാ മോനെ, ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയത്തില്ലയോ, അത് വെറുതെ അവതാ പറയുന്നതല്ല. പകയുടെയും പ്രതികാരത്തിൻ്റെയും അടയാളമല്ല സ്പോർട്സ്. അതൊരുപാട് സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും അടയാളമാണ് കേട്ടോ. അതൊക്കെ ആദ്യം മനസ്സിലാക്കിയത് ചാടാനും തുള്ളാനും നിന്നേ. കൊണ്ടുപോയട്ടെ, ഞാനത് സ്റ്റേഷനിലോട്ട് വരാം. Ladies and gentlemen, we are happy to announce a guest of honor for the witness ceremony. Requesting the master of ceremony and the winners of ട്രാക്കിലോടുമ്പോൾ ടൈമാണ് നമ്മുടെ ശത്രു. നീ ഓടണം, ഒന്നാമതാണ്. അത് ഈ അപ്പച്ചന് കാണണം.